ഹായ് നമസ്കാരം. ഞാൻ കണ്ടപ്പുറം വരെ പോകുന്ന വഴിക്കായിരുന്നു. വന്നപ്പോഴാണ് ഈ കൊച്ചു മിടുക്കന്മാരിന്ന് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നത്. നമ്മളും ചെറുപ്പത്തിലൊക്കെ സ്കൂള് ഒക്കെ അടയ്ക്കുന്ന സമയത്ത് ഇതുപോലെ അന്ന് മൺചിരട്ടയൊക്കെ വെച്ച് ത്രാസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ കടകളൊക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഹൈടെക് കാലമാണ്. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് അവര് യഥാർത്ഥത്തിൽ പൈസ ഉണ്ടാക്കുന്ന രീതിയിലാണ് കച്ചവടം നടത്തുന്നത്. അന്നേരം ആ കൊച്ചു മിടുക്കന്മാരെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അന്നേരം ആ മിടുക്കന്മാർ കണ്ട റോഡ് സൈഡ് കണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ചു പേരുണ്ട്. നമുക്ക് അവരെല്ലാം പരിചയപ്പെടുത്താം. ഇവിടെ എന്തൊക്കെയാ ഒരു ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. എന്റെ കൂട്ടുകാരാണോ? ആണോ? ഹായ് പറഞ്ഞത് പേരെന്താ വേണ്ട പറഞ്ഞത്? ഷാഫി. മോന്റെ പേര് ഇവിടെ മോരും കുടിക്കാൻ വന്നതാണോ? ആണോ? മോരും വെള്ളം കുടിച്ചോ നേരത്തെ? ഇവിടെ കുടിച്ചില്ല, ഇന്ന് കുടിക്കാൻ വന്നേ അല്ലേ? ഏതായാലും രണ്ടുപേരും കാണാൻ പറ്റിയത് സന്തോഷം. മോരും വെള്ളം കുടിക്കുന്നത് വീഡിയോ എടുത്തോട്ടെ വിളിച്ചേക്കുന്നു. വേറെ ഓരോരുത്തരുടെ പേരെന്ന് പറഞ്ഞു. മുഹമ്മദ്. ഫൈസി. മോന്റെ പേര് അമീൻ. മോന്റെ പേര് എല്ലാരും എത്രലൊക്കെ പഠിക്കുന്നത്? പത്തില്. നാലില. നിങ്ങളെല്ലാം കൂട്ടുകാരല്ലേ? ഒരു വീട്ടിലെ ചേട്ടന്മാരായിട്ട് അറിയില്ല? ഈ മൈക്കാരല്ലോ ഒരാൾ പിടിച്ചു. ആരെ ചേട്ടന്മാരാരൊക്കെ? ഇവർ രണ്ടും ചേട്ടന്മാരാ. ബാക്കി നിങ്ങളെല്ലാം കൂട്ടുകാരല്ലേ? സ്കൂൾ അടച്ചപ്പോ തൊട്ട് തുടങ്ങി. അത് എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഇവിടെ 4 ദിവസമായുള്ളൂ തുടങ്ങിയിട്ട്. ആ, എന്ത് ഇവിടെ ചെയ്യുന്ന എന്തൊക്കെയാ? തണ്ണിമത്തൻ ജ്യൂസ് ഇന്നില്ലേ? മെനഞ്ഞാന്നും ആയിരുന്നു. ഇന്ന് മോരും വെള്ളം മാത്രമേ ഉള്ളൂ. എനിക്ക് മോരും വെള്ളം ഫ്രീ ആയിട്ടല്ലേ തന്നെ? ആണോ? പൈസ വേണ്ടല്ലോ. ഞാൻ പൈസക്ക് തന്നെ കുടിക്കുന്നത്. അതിൽ എന്റെ വീഡിയോ എടുക്കാൻ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു വീഡിയോ ആക്കായിരുന്നു. പക്ഷെ അത് ആക്കാൻ പറ്റില്ല. ഞാൻ ഫ്രീ ആയിട്ട് വെള്ളം ചോദിച്ചു. എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഗ്ലാസ് മോരും വെള്ളം തന്നെ. അതിന്റെ പൈസ വേണ്ടാന്നാ പറയുന്നത്. ഞാൻ പൈസ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഒരു ഗ്ലാസിന്റെ അല്ല, 2 ഗ്ലാസിന്റെ പൈസ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഏതായാലും ഇത് ആരാ ചെയ്തു തരുന്നത്? ആരൊക്കെയാ? ഉമ്മയാണോ ചെയ്തു തരുന്നത്? വീടവിടെ എല്ലാവരുടെയും ഇവിടെ അടുത്തൊക്കെ തന്നെ അല്ലേ? എന്നാലും നമ്മുടെ മാടമ്പി അമ്പലത്തിന് തെക്ക് വശത്തായിട്ട് റോഡിന്റെ കിഴക്കേ സൈഡിലെ ഈ മിടുക്കന്മാരെല്ലാം ഇരുന്ന് ഇവിടെ മോര് വെച്ചണം തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മോര് മാത്രമേ ഉള്ളൂ അല്ലേ? ഇനി നാളെ എന്തായിരിക്കും? ഓരോ ദിവസം വെറൈറ്റി ആണോ? എന്നിട്ട് ഇതിന്റെ പൈസയൊക്കെ എന്താ ചെയ്യുന്നത്? വീതിച്ചെടുക്കുവോ? എല്ലാരും കൂടെ വീതിച്ചെടുക്കുവോ? വീതിച്ചെടുത്ത് വീട്ടിൽ കൊണ്ട് കൊടുക്കുവോ? അച്ഛന്റെ അമ്മയുടെ കൊണ്ട് കൊടുക്കും അല്ലേ? ഏതായാലും സന്തോഷം. എന്നുവെച്ചാൽ ഇന്നത്തെ തലമുറക്കാരെല്ലാരും ഇച്ചിരി സമയം കിട്ടിയാൽ ഒന്നേ ഫോണിലായിരിക്കും, അല്ലെ TV-യിലായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങൾ അതെല്ലാം മാറ്റി വെച്ച് കളിക്കാനൊന്നും പോകത്തില്ലേ? വൈകിട്ട് കളിക്കാൻ. ആ, ഇത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകും അല്ലേ? ഏതായാലും ഇത് കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എല്ലാരും ഇതുപോലൊക്കെ ചെയ്യണം. എന്താ വെച്ചാൽ ചെറുപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ അവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആളുകളായിട്ട് ഇപ്പൊ ഒരുപാട് പേര് സഹകരിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, സഹകരണം ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലുത്. അതുമല്ല, ഇതൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് കാശ് ഒക്കെ കൈകാര്യം ചെയ്തൊക്കെ ശീലം ഉണ്ടാവും ഈ ചെറുപ്രായത്തിൽ. നല്ല കാര്യങ്ങളാണ് കേട്ടോ. വെക്കേഷൻ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എല്ലാവരെയും പരിചയപ്പെട്ടത് ഒരുപാട് സന്തോഷം. മോരും വെള്ളം ഫ്രീ ആയിട്ട് വന്നെങ്കിലും ഞാൻ പൈസ തരും കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരുടെയും രക്ഷാകർത്താക്കളെ എന്റെ മാമന്റെ അന്വേഷണം അറിയിക്കണം കേട്ടോ. വീഡിയോ കാണിക്കുവോ? എല്ലാരെയും കാണിക്കണം. എല്ലാം വീട്ടിലെ രക്ഷാകർത്താക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ കേട്ടോ. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് വരുക കേട്ടോ. ഓക്കെ മക്കളെ.